നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ ഫ്രോക്കാണ്. അപ്പോൾ മേൽഭാഗത്ത് ഡിസൈൻ നെറ്റും താഴത്ത് പ്ലെയിൻ നെറ്റുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കേർട്ടിൻ്റെ ലൈനിങ്ങാണിത്. സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഇറക്കം 12 ഇഞ്ചാണ്. നമുക്ക് തയ്യൽ തുമ്പും താഴ്ഭാഗത്ത് മടക്കടിക്കാനുള്ളതും കൂടി കൂട്ടിയാണ് 12 ഇഞ്ച് എടുത്തേക്കുന്നത്. ശരിക്കും 11 ഇഞ്ചൊക്കെ മതി നമുക്ക്. 1/2 ഇഞ്ച് മേളിലും 1/2 ഇഞ്ച് ഇവിടെ തേരായതുകൊണ്ട് 1/2 ഇഞ്ച് മടക്കിടിക്കാനും. പിന്നെ വണ്ണം വന്നേക്കണം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ ചുരുക്ക് കൂടുതൽ വരുമ്പോഴാണ് ഫ്രോക്കിന് ഭംഗി കൂടുന്നത്. പിന്നെ ബോഡി പീസിൻ്റെ ലൈനിങ്ങാണ് വെട്ടണം. ഞാൻ ആദ്യം ലൈനിങ്ങാണ് എല്ലാത്തിൻ്റെയും വെട്ടാറ്. പിന്നെ എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റുകയാണെങ്കിൽ ലൈനിങ് പിന്നെ നമുക്ക് മേടിക്കാം. അപ്പോൾ ലെങ്ത്ത് വന്നിട്ട് 8 ഇഞ്ച് മതി. ഇത് 9 ഇഞ്ചുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ്. മേലിൽ 1/2 ഇഞ്ചും ഷോൾഡർ അടിക്കാൻ, താഴത്ത് 1/2 ഇഞ്ച്. നെക്കിൻ്റെ വീതി വന്നിട്ട് 2.5 ഇഞ്ചാണ്. അപ്പോൾ 2 കാലൊക്കെ എടുത്താൽ മതി. 2 കാലും വേണ്ട, 2 കാല്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ച്. അപ്പോൾ ഈ 2 കാല് ഇവിടെ കറക്റ്റ് കിട്ടണം. എന്നുവെച്ചാൽ തുണിയിൽ നമ്മൾ വരക്കുമ്പോഴൊക്കെ വളവുണ്ടാവും. പിന്നെ ഷോൾഡർ 2.5 ഇഞ്ച്. കൈക്കുഴി ഒരു 3.25 4 ഇഞ്ചൊക്കെ എടുക്കാം. നമുക്ക് 4 ഇഞ്ച് എടുക്കാം. ബോഡി വണ്ണം വന്നിട്ട് 5.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇഞ്ച് ഇറക്കി 5 ഇഞ്ച് ബോഡി വണ്ണം, ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കും. താഴത്തും വേസ്റ്റ് ഭാഗത്ത് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് വന്നതിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ പറയുന്നത്. 5 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ട് വെച്ച് തന്നെ നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം.
1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കണ രീതിയിലായിരിക്കണം. ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക്, ബാക്ക് സൈഡിലത്തെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കണം. ഇത് നമുക്ക് സിപ്പ് അടിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാനുള്ള പീസാണ്. എന്നിട്ട് അത് വെച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലെ കഴുത്തും ഒരു 2.5 ഇഞ്ചൊക്കെ കൊടുക്കുക. കുഞ്ഞിക്കുട്ടിയാണല്ലോ. ഒരു ചെറിയൊരു ചരിവ് ഫ്രണ്ടിലത്തെ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നല്ല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നല്ല പീസിൻ്റെ നെറ്റ് ഒരു 3/4 മീറ്റർ മതി. 3/4 മീറ്ററൊക്കെ തന്നെ ധാരാളം ഒരുക്കുള്ളൂ. കുഞ്ഞിക്കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ ഇടാൻ പറ്റിയ കുട്ടിയുടേതാണ്. ഇതപ്പോൾ ഇതിവിടെ സൈഡിൽ കുറച്ച് കൂടുതൽ ഇട്ടേക്കുന്നത് കൊണ്ട് ബാക്കിലും ഇത് കറക്റ്റായിട്ട് നിന്നു. ഇത് ഫ്രണ്ടിലത്തേക്കും ഇത് ബാക്ക് പീസിനും കണ്ട അത് കറക്റ്റാണ്. ഇനി ഇതിൻ്റെ സാറ്റൻ പീസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ നെറ്റിൻ്റെ പീസ് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് ലൈനിങ് വെച്ച് അടിച്ചിട്ടാണ് മൊത്തം കട്ട് ചെയ്ത് കളയുള്ളൂ. അങ്ങനെ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ലൈനിങ്ങും സാറ്റനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പീസ് കട്ട് ചെയ്യാം. അപ്പോൾ സ്കേർട്ടിൻ്റെ ലൈനിങ് പീസ് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സാറ്റൻ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ആ ലൈനിങ് തന്നെ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിൽ തന്നെയാണ് സാറ്റനും കട്ട് ചെയ്യണം ലൈനിങ് പീസിൻ്റെ. സ്കേർട്ടിൻ്റെ നെറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കട്ടിങ് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ 14 ഇഞ്ച് ഇറക്കത്തിലെടുത്തിട്ടുണ്ട് നെറ്റ്. 12 ഇഞ്ച് മതി. 2 ഇഞ്ച് മറ്റേ ക്യാൻ ലേസ് വെച്ച് അടിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോകാനുള്ളതാണ്.
അപ്പോൾ സ്കേർട്ടിൻ്റെ സാറ്റണായി, ലൈനിങ്ങായി, നെക്ക് പീസായി. അതേപോലെ തന്നെ ബോഡി പീസിൻ്റെ ലൈനിങ്ങും നെറ്റും സാറ്റൻ പീസും. അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ആണ്.